മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ഇവിടെ ദർശന സമയം ശരിയായി അറിയില്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളായി ക്ഷേത്ര ദർശന സമയങ്ങൾ മുഴുവനായി ഒന്ന് വിശദീകരിക്കാം കേട്ടോ. മൂകാംബികയിലേക്ക് പോകുന്നവർ ഈ സമയങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കൂ. ശരിയായ സമയത്ത് പോയാൽ നിങ്ങളുടെ ദർശനം നന്നായി തന്നെ നടക്കും. രാവിലെ 5 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. 5 മണി മുതൽ 6:30 വരെ ശാന്തമായ ഒരു സമയമാണ് അമ്മയുടെ സന്നിധിയിൽ. വളരെ കുറവ് തിരക്കുകൾ അനുഭവപ്പെടാം. സമാധാനപരമായ ഒരു ദർശനം ലഭിക്കുന്നതാണ്. 6:30 തൊട്ട് പൂജകൾ തുടങ്ങുകയും ഇതിൽ രാവിലെ 8 മണിക്കാണ് രാവിലത്തെ മംഗളാരതി. ആ സമയത്ത് അത്യാവശ്യം തിരക്ക് ഈ ക്ഷേത്ര സന്നിധിയിലുണ്ടാവും. രാവിലെ 9:30 മുതൽ ഉച്ചപൂജകൾ തുടങ്ങും. 11 മണിക്കാണ് മഹാമംഗളാരതി. ആ സമയത്തും അത്യാവശ്യം നല്ല തിരക്ക് അമ്മയുടെ സന്നിധിയിൽ അനുഭവപ്പെടാം. 1:30 ശേഷം ക്ഷേത്രം അടയ്ക്കുന്നതാണ്. അപ്പോൾ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ക്ഷേത്ര ദർശന സമയം. പിന്നീട് ക്ഷേത്രം തുറക്കുന്നത് വൈകുന്നേരം 3 മണിക്കാണ്. 3 മണി മുതൽ 6:30 വരെയുള്ള സമയത്തിൽ അതിൽ 3 തൊട്ട് 4:30 വരെ വളരെയധികം തിരക്ക് കുറവാണ്. നല്ലതുപോലെ അമ്മയുടെ സന്നിധിയിലെത്തി നിങ്ങൾക്ക് ദർശനം അമ്മ തന്നിരിക്കും, അതിലൊരു സംശയവുമില്ല. 6:30 പ്രദോഷ പൂജ തുടങ്ങും. 7:30 മംഗളാരതി. ഈ സമയം വളരെ വാക്കുകൾക്കപ്പുറമായ ദൈവീകമായ ഒരു അന്തരീക്ഷമായിരിക്കും അവിടം. നല്ല തിരക്കുണ്ടാവും. രാത്രി 8 മണി മുതൽ പ്രധാന ചടങ്ങുകൾ തുടങ്ങും. അതിൽ 8 മണിക്ക് ബലിമംഗളാരതിയാണ്. 8:15 രാത്രി ബലി. 8:45 കഷായ മംഗളാരതിയാണ് കേട്ടോ. ഈ സമയം ദർശനം നടത്തിയാൽ അത് വേറൊരു ഫീല് തന്നെയാണ്. നമ്മൾ ശരിക്കും വേറൊരു ലോകത്തേക്ക് ആയിപ്പോകും. രാത്രി 9 മണിക്കാണ് പിന്നീട് ക്ഷേത്രം അടയ്ക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അമ്മയുടെ സന്നിധിയിലേക്ക് ദർശനത്തിനായി വരുമ്പോൾ മാക്സിമം ശനി ഞായർ ദിവസങ്ങൾ ഒഴിവാക്കുക. പിന്നെ പ്രത്യേക ദിവസങ്ങളുണ്ടല്ലോ, ഓരോ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ദിവസങ്ങൾ, അതും ഒഴിവാക്കി ഒരു ഇട ദിവസങ്ങളിലാണ് ഈ ഒരു സന്നിധിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതെങ്കിൽ ഉറപ്പായും നല്ലൊരു ദർശനം അമ്മ നിങ്ങൾക്ക് തന്നിരിക്കും. എല്ലാ ഭക്തർക്കും തീർച്ചയായും മൂകാംബിക അമ്മയുടെ സന്നിധിയിലേക്ക് എത്താനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ. അമ്മയുടെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ. അമ്മേ ശരണം, ദേവി ശരണം.